നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഫൈനൽ മത്സരം നാളെയാണ്. T20 വേൾഡ് കപ്പിൻ്റെ ആവേശത്തിൽ ആരാധകർ അതിൻ്റെ പരകോടിയിൽ നിൽക്കുന്ന സമയം. നമ്മൾ ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നറുടെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് പ്രധാനമായിട്ടും പ്രഷർ ടീം ഇന്ത്യക്കായിരിക്കും, അതുപോലെ കുറച്ച് ഹൃദയങ്ങൾ തകർക്കുന്നതിൽ തനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇന്ത്യൻ ആരാധകരുടെ ഹൃദയം തകർക്കുമെന്നൊരു സൂചനയായിരുന്നു. അപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എല്ലാവരും ഒരേ ഡയലോഗ് അടിച്ച് വരികയാണ്, അതായത് ക്രൗഡിനെ സൈലൻ്റ് ആക്കുന്നത്. നമ്മൾ കേട്ടല്ലോ, അത് 2023 പാറ്റ് കമിൻസ് പറഞ്ഞ വാക്കുകളായിരുന്നല്ലോ അത്. 2023 അവർ കപ്പ് കൊണ്ടുപോയി, ശരിയാണ്. അതിനുശേഷം പിന്നെ ICC ടൂർണമെൻറ്റുകളിലൊന്നും, അത് ചാമ്പ്യൻസ് ട്രോഫി ആകട്ടെ, അതിനുശേഷം ഇപ്പോൾ ഇത് രണ്ടാമത്തെ T20 വേൾഡ് കപ്പാണ്, അതിലൊക്കെ ആവട്ടെ, ഒന്നും ആയിട്ടില്ല ഓസ്ട്രേലിയ, അവരങ്ങനെ പോയി. ഏതായാലും ഇപ്പോൾ സെമി ഫൈനലിൽ ഇന്ത്യക്കെതിരെ കളിക്കാൻ വരുമ്പോൾ ഹാരി ബ്രൂക്ക് ഇതേ ഡയലോഗ് അടിച്ചു മടങ്ങിപ്പോയി. ഇനി ഏതാണ്ട് അതുപോലെ ഇന്ത്യൻ ഹൃദയങ്ങൾ തകർക്കുന്നൊക്കെ സാന്റ്നർ പറയുമ്പോഴും നമുക്ക് നാളെ തിരിച്ചടിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തായാലും സൂര്യ വളരെ കൃത്യമായിട്ട് പറയുന്നു, പ്രഷറൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. There are nerves, there will be butterflies in the stomach. അദ്ദേഹം പറയുകയാണ്. പക്ഷേ എല്ലായ്പ്പോഴും ഞാൻ പറയാറുള്ള പോലെ there is no pressure, there is no fun. No pressure, no fun. സമ്മർദ്ദമില്ലാതെ പിന്നെന്ത് ഫണ്ണ്. തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിന് വേണ്ടി ഞങ്ങൾ നല്ല രൂപത്തിൽ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. വീണ്ടും ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ 2023 എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടേക്ക് നമ്മൾ എത്തുന്നു. ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവുകയാണ്. ഹോപ്പ്ഫുള്ളി വി പ്ലേ സം ഗുഡ് ക്രിക്കറ്റ് ആൻഡ് ആർ കറേജസ് ഇൻ ടഫ് സിറ്റുവേഷൻസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലെ വിശദമായ വിവരങ്ങൾ, പ്രസക്തമായ കാര്യങ്ങൾ നമ്മൾ നോക്കണം. അദ്ദേഹം പറയുന്നു, എവ്രി വൺ ഈസ് സെയിങ് ദി സെയിം തിങ്, അതായത് സൈലൻസിങ് ദി ക്രൗഡ് എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സ്വന്തം നാട്ടിൽ ടീമിനെ നയിച്ചിറങ്ങുക വേൾഡ് കപ്പിന്, അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് എന്നുകൂടി സൂര്യകുമാർ യാദവ് പറഞ്ഞു വെക്കുന്നു. പിന്നെ അദ്ദേഹം വരുൺ ചക്രവർത്തിയുടെ ഫോമിനെ കുറിച്ചൊരു ആശങ്ക എല്ലാവരും പങ്കുവെക്കുമ്പോൾ സൂര്യകുമാറിൻ്റെ മറുപടി, വരുണിൻ്റെ ഫോം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ അല്ല, ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന മത്സരം വിജയിക്കുന്നതിനെ കുറിച്ചാണ്. അദ്ദേഹം വേൾഡ് നമ്പർ 1 ബൗളറാണ്. സോ എങ്ങനെ ടീമിനെ വിജയിപ്പിക്കണം എന്ന് കൃത്യമായിട്ട് വരുണിന് അറിയാം, അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയില്ല. പിന്നെ സ്ട്രൈക്ക് റേറ്റിൻ്റെ കാര്യവും മറ്റുമൊക്കെ ചോദിക്കും. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ നമ്മൾ 120 സ്ട്രൈക്ക് റേറ്റ് കളിച്ചിട്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എത്തുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം നമ്മൾ കളിക്കുന്നതിനാണ് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടീമിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സ്പിന്നേഴ്സ് വരികയാണെങ്കിൽ, ഫൈനലിൽ സ്പിന്നേഴ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ട് കളിക്കും എന്നുകൂടി ഇപ്പോൾ സൂര്യകുമാർ യാദവ് പറയുന്നു. നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്യുക, ഏറ്റവും ബെസ്റ്റായിട്ട് ബാറ്റ് ചെയ്യുക. നമ്മൾ 250 റൺസ് അടിക്കുകയാണെങ്കിൽ ദെൻ വി ആർ ഹാപ്പി, സ്വാഭാവികം. പക്ഷേ നമുക്ക് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിമ്പിളാക്കി കൊണ്ടുപോകണം. വി വാണ്ട് ടു കീപ് തിങ്സ് സിമ്പിൾ, നോട്ട് ടു കോംപ്ലിക്കേറ്റ് തിങ്സ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുഡ് ജേണിയാണ്. 6 വർഷക്കാലം ഇതൊരു ബിഗ് ഒക്കേഷനാണ്. ഫൈനലിൽ ടീമിനെ നയിച്ചിറങ്ങുന്നു. ഇവിടെ ഈ ടൂർണമെൻറ്റിൽ നമ്മുടെ മന്ത്ര എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയറാണ്. ബീൻ പ്രസൻറ്റ്, പ്രസൻറ്റിൽ നിൽക്കുക. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ബൗണ്ടറി ലൈനിന് പുറത്ത് കുറച്ച് ക്യാരക്ടേഴ്സ് ആവശ്യമാണ്, നമ്മളെയൊക്കെ എപ്പോഴും പ്രസൻറ്റിൽ നിർത്താൻ വേണ്ടിയിട്ട്. എപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഉണ്ടാവണം, ബി ഇൻ ദി പ്രസൻറ്റ്. ഇപ്പോൾ നല്ലൊരു പ്രാക്ടീസ് സെഷനൊക്കെ കഴിഞ്ഞ് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഞങ്ങൾ കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. പിന്നെ പ്രഷർ ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഓരോ സിറ്റുവേഷനിൽ കാമായിരിക്കും എന്നതിനനുസരിച്ചിരിക്കും. മെൻ്റലി നമ്മൾ റെഡി ആവുക, പരസ്പരം സംസാരിക്കുക, അത് തീർച്ചയായിട്ടും നമ്മളെ ഒരുപാട് സഹായിക്കും. ഇതൊരു ഫാമിലി പോലെയാണ്, നമ്മുടെ ടീം ഒരു ഫാമിലി പോലെയാണ്. ഒരുപാട് പ്ലെയേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കോച്ച് ഒക്കെ മൾട്ടിപ്പിൾ ICC ടൂർണമെൻറ്റുകൾ കളിച്ചവരാണ്. അതുകൊണ്ട് തന്നെ കോൺവെർസേഷൻസ് അവരുമായിട്ട് ബസ്സിലും ഡിന്നറിലും ടേബിളിലും ഒക്കെ നമ്മൾ നടത്തുന്ന കോൺവെർസേഷൻസ് തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡ്യൂ ഉണ്ടായാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ചെയ്യണം, ഇന്ത്യക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യണം. ഡ്യൂവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നമ്മുടെ പ്ലെയേഴ്സ് അവർക്ക് നമ്മൾ ഫ്രീഡം കൊടുത്താൽ അവർ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്, മികച്ച പ്രകടനം നടത്തും. ഞാനത് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്, നേരത്തെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. നമ്മൾ താരങ്ങളോട് അത് ഇത് ചെയ്യുമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാതിരിക്കുക. അവർക്ക് ഫ്രീഡം കൊടുത്താൽ അവർ കൂടുതൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യും.
എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ഈ സെയിം തിങ് ആണ് ഞാൻ പറയുന്നത്. അതായത് അവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ എങ്ങനെ എപ്പോഴും കളിക്കുന്നുവോ അങ്ങനെ കളിക്കുക. തീർച്ചയായിട്ടും എൻ്റെ പേരിൽ പ്രഷർ ഉണ്ടാകും. ഇപ്പോൾ ആ ഒരു പ്രഷർ എനിക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എന്നിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് എനിക്ക് പുറത്തെടുക്കാൻ പറ്റുക? നമ്മൾ വേൾഡ് കപ്പിൻ്റെ ഫൈനലല്ലേ കളിക്കുന്നത്, ഹോം സോയില്. സോ അതെപ്പോഴും ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ്. പിന്നെ ഗൗതം ഗംഭീറിൻ്റെ മന്ത്ര എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതിനു വേണ്ടി അവസരം കൊടുക്കുക. അദ്ദേഹം എല്ലായ്പ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം ടീം കോൺട്രിബ്യൂഷനിലാണ്. അതാണ് നമ്മളെ ടൂർണമെന്റ് വിജയിക്കാൻ സഹായിക്കുന്നത്. അതായത് ഇൻഡിവിജ്വൽ മൈൽ സ്റ്റോൺസ് കംപ്ലീറ്റ്ലി അദ്ദേഹം റിമൂവ് ചെയ്തിട്ടുണ്ട്. പ്രാധാന്യം കൊടുക്കേണ്ടത് ടീമിന്റെ വിജയത്തിനാണ്. ടീം ഗോൾ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് സ്പ്രെഡ്സ് പോസിറ്റിവിറ്റി ഇൻ ദി ഡ്രസ്സിംഗ് റൂം. അതാണ് ഗൗതം ഗംഭീറിന്റെ ഒരു മന്ത്ര എന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മൈൽ സ്റ്റോണുകൾക്ക് പ്രാധാന്യമില്ല, ടീമിന്റെ വിജയത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത്. എന്നിട്ട് വീണ്ടും സ്കൈ പറയുകയാണ്, ന്യൂസിലാൻഡിന്റെ കളി എങ്ങനെയുണ്ട് നോക്കിയിട്ടുണ്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി, ഞാൻ ന്യൂസിലാൻഡിൻ്റെ മത്സരങ്ങൾ, ഈ വേൾഡ് കപ്പിലെ മത്സരങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ടി വിയിൽ ക്രിക്കറ്റ് കാണുന്ന ആളല്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ വേൾഡ് കപ്പിന് മുമ്പ് അവരുമായിട്ട് ബൈലാറ്ററൽ സീരീസ് കളിച്ചിരുന്നു. ആ പ്രതി സിമിലർ ആയിട്ടുള്ള ടീം തന്നെയാണ് അവരുടേത്. ഇപ്പോൾ ഏത് സോയിലാണെങ്കിലും, ഏത് തരത്തിലുള്ള സോയിലാവട്ടെ, റെഡ് സോയിലോ ബ്ലാക്ക് സോയിലോ മിക്സോ എന്തോ ആവട്ടെ, ഇത് വേൾഡ് കപ്പിൻ്റെ ഫൈനലാണ്. അപ്പോൾ നമുക്ക് മികച്ച പോരാട്ടം നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ക്യാപ്റ്റനായിട്ട് വരിക എന്നുള്ളത് ഒരു വലിയ ടഫായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഇത് രോഹിത് ഉണ്ടായിരുന്ന സ്ഥലമല്ലേ, അദ്ദേഹം വിട്ടുപോയ സ്ഥലം. അത് ഏറ്റവും മികച്ച രൂപത്തിൽ ടീമിനെ എത്തിച്ചിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ ഇറ്റ് ഈസ് ഹിസ് ഷൂസ്. ഞാൻ ജസ്റ്റ് അദ്ദേഹം എവിടെയാണോ അവസാനിപ്പിച്ചത് അത് തുടർന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ടീമിൻ്റെ ക്യാപ്റ്റൻ ആവുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ന്യൂസിലാൻഡ് ടീമിനെ കുറിച്ച് പറഞ്ഞാൽ അവർ വളരെ ടാക്റ്റിക്കലായിട്ടുള്ള ടീമാണ്, വളരെ തന്ത്രപരമായിട്ട് കളിക്കുന്ന ടീമാണ്. അവരുടെ പ്ലാനുമായിട്ടാണ് വരുന്നത്. ശരി, ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ കാര്യങ്ങളിൽ, കളിക്കളത്തിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ തന്ത്രങ്ങളുമായിട്ട് അതിൽ ഫോക്കസ് ചെയ്താണ് വരുന്നത്. ജസ്റ്റ് പ്ലേ ഗുഡ് ക്രിക്കറ്റ്, അതാണിപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഞങ്ങൾ ആദ്യം ബാറ്റ് ചെയ്യാനാണെങ്കിലും രണ്ടാമത് ബാറ്റ് ചെയ്യാനാണെങ്കിലും വെൽ എക്യുപ്ഡ് ആണ്. വി ഹാവ് ചേസ്ഡ് ആൻഡ് വൺ, വി ഹാവ് ഡിഫെൻഡഡ് ആൻഡ് വൺ, സോ വി ആർ equipped to do both എന്ന് കൂടി അദ്ദേഹം പറഞ്ഞത്. വലിയ പ്രതീക്ഷയിലാണ്, ആത്മവിശ്വാസത്തിലാണ് സൂര്യകുമാർ യാദവ് ഉള്ളത്. ടീം മികച്ച പ്രകടനം നടത്തി നാളെ കിരീടം ചൂടുമെന്ന പ്രതീക്ഷയിൽ നമ്മളും കാത്തിരിക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.